ദൈവത്തിന്റെ കരം ഇറങ്ങി വരുന്നത് എനിക്ക് കാണാൻ അവൻ ഇവിടെ ആയിരിക്കുന്ന ചില മാതാക്കളുടെ കുഞ്ഞുങ്ങൾ ഈ ഭയത്തിനടിമയാണ്. അവൻ സംശയത്തിനടിമയാണ്. അവൻ മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആണ്. എവിടെയൊക്കെയോ ഡിപ്രഷനാണ്. ഇന്ന് കർത്താവ് അതിനകത്ത് പുറത്തെടുക്കും. നോക്ക്, ഒരു വർഷത്തിൽ 365 കാൽ ദിവസം എന്നാ പറയുന്നത്. ശരിയല്ലേ? ഒരു വർഷത്തിൽ അത്രയും ദിവസങ്ങളും. ബൈബിൾ മതപണ്ഡിതർക്ക് അഭിപ്രായപ്പെടുന്നത് 366 പ്രാവശ്യം ബൈബിളിൽ ദൈവം നീ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. बाइबल में 366 बार लिखा है मत डर. आमेन हालेलुया आमेन നീ ഭയപ്പെടേണ്ട, तू मत डर. ഇത്രയും അധികം റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ഒരു വേർഡ് ബൈബിളിൽ ഇല്ല. इतना अधिक दोहराने वाला और कोई शब्द बाइबल में नहीं है. കാരണം അത്രയ്ക്ക് ഇൻഫ്ലുവൻസ് ആണ് ഭയം നിന്നിൽ ചെലുത്തുന്നത്. क्योंकि इतना बड़ा प्रभाव भय आपके अंदर डालता है. ഇന്ന് നീ ഭയത്തിൽ തുടരാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. आज प्रभु नहीं चाहता तू भय में जिए. നീ ഭയത്തിനകത്ത് അടിമയായി കിടക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. गुलाम बनकर जिए प्रभु नहीं चाहता. ആ ഭയത്തിന്റെ ആ സ്പിരിറ്റിനകത്തു നിന്നും നിന്നെ ഡെലിവർ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു. भय की आत्मा से प्रभु तुझे आजाद करना चाहता है. നിന്റെ അകത്തൊരു കരേജിനെ തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. एक और बात बोलता हूँ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്റെ അകത്ത് തന്ന ഒരു ദൂത് ഇങ്ങനെയാണ്. मैं जब प्रार्थना करते प्रभु मुझे बार संदेश को दे रहे थे. ഇന്ത്യക്ക് ഇന്ന് സംഭവിച്ചിരിക്കുന്ന ഒരു വിഷയം ഏതാണെന്നറിയോ? भारत को कौन से विषय में फंसा है पता है? ഭയത്തെ ഇട്ടിരിക്കുക വിശ്വാസം. भय को डाल रखा है. ശുശ്രൂഷകന്മാരുടെ ഉള്ളിൽ ഭയത്തെ ഇട്ടിരിക്കുക. सेवकों के अंदर भय आ गया है. വചനം പറയരുത്, वचन नहीं बोलना, പ്രസംഗിക്കരുത്, प्रचार नहीं करना, കാത്തു കൊടുക്കരുത്, नहीं ट्रैक नहीं मारना, നീ കൊല്ലും, वो मार देंगे, നീ പിടിക്കും. पकड़ लेंगे. ഈ ഭയത്തിന്റെ ആത്മാവ് പൊട്ടണം. ये भय की आत्मा टूटना. ഇന്ന് പകലിൽ आज दिन के समय നിങ്ങളുടെ അകത്തൊരു അസാധാരണ ധൈര്യത്തെ ദൈവം തരും. आपके अंदर असाधारण हिम्मत प्रभु दे रहा है. ആമേൻ. ഓരോ പ്രഭാതവും നമ്മൾ എഴുന്നേൽക്കുമ്പോൾ हर एक सुबह जब हम उठते हैं, അന്ന് ആ പ്രഭാതം നീ എഴുന്നേൽക്കുന്നതിന് മുന്നമേ उस दिन सुबह उठने से पहले ദൈവത്തിന് നിന്നോട് പറയാൻ ഒരു ശബ്ദമുണ്ട്. प्रभु आपसे एक बात को बोलता है. അതെന്താണെന്നറിയാമോ? क्या है पता है? നീ ഭയപ്പെടണ്ട, तू मत डर, നീ ഭയപ്പെടണ്ട, मत डर, നീ ഭയപ്പെടണ്ട, मत डर. ഞാൻ നിന്റെ കൂടെയുണ്ട്, मैं तेरे संग संग हूँ. ഞാൻ നിന്നെ കൈവിടത്തില്ല, मैं तेरा हाथ ना छोड़ूंगा. ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. मैं तुझे कभी न त्यागूंगा. ആമേൻ ആമേൻ ആമേൻ. നീ ഭയപ്പെടണ്ട, तू मत डर. ഞാൻ നിന്റെ ദൈവമാകുന്നു, मैं तेरा परमेश्वर. ഞാൻ നിന്നെ സഹായിക്കും, मैं तेरी मदद करूंगा. ഞാൻ നിന്നെ ശക്തീകരിക്കും, मैं तुझे सामर्थ എന്റെ दूंगा. നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നടത്തും. अपने धर्म की हाथों से तुझे लेकर चलूंगा. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. हालेलुया. ഒരു മരുന്നിനും തരാൻ കഴിയാത്ത कोई दवाई आपको ये नहीं दे सकती. ഒരു ധൈര്യം നിങ്ങളുടെ അകത്ത് ദൈവം ഇന്ന് പകരാൻ ऐसा പോകുന്നു. हिम्मत प्रभु ने रहा है. ചില ഭയത്തിന്റെ ഇരുവിനകത്ത് നിന്ന് कुछ भय के अंधकार से ദൈവം ചിലരെ വലിച്ചു പുറത്തെടുക്കുകയാണ്. बच्चों को खींच कर बाहर ला रहा है. കരുത്തരായ സൈന്യങ്ങളായി, सामर्थी सेना के रूप में, അതികരുത്തരായ സോൾജേഴ്സുകളായി सामर्थी सैनिकों के रूप में നിങ്ങളുടെ പട്ടണങ്ങളിലേക്ക് നിങ്ങൾ തിരികെ അയക്കാൻ आपके പോകുന്നു. शहरों में प्रभु आपको भेज रहा है. നിങ്ങളുടെ ഗ്രാമങ്ങളിലേക്ക് നിങ്ങൾ തിരികെ അയക്കാൻ आपके പോകുന്നു. गांव में प्रभु आपको भेज रहा है. നിനക്കെതിരെ ഉണ്ടാക്കുന്ന ആയുധം ഫലിക്കത്തില്ല. तेरे खिलाफ कोई भी हथियार सफल न होंगे. ഹല്ലേലൂയ. हालेलुया. ഭയം അവനാണ് പിശാചിന്റെയാണ്. भय शैतान का हथियार है. ഭയം പിശാചിന്റെയാണ്. भय शैतान का है. ഭയം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ भय यदि आपके अंदर है ഡൗട്ട് വരും. तो संदेह आता है. ഈ ഡൗട്ട് ये संदेह അവൻ തകർച്ചയിലേക്ക് കൊണ്ടുപോകും. आपको टूटे पर में लेकर जाता है. ആമേൻ. आमेन. ആമേൻ. आमेन. എന്നാൽ 366 ദിവസവും ദൈവം നിങ്ങളോട് പറയുക ഭയപ്പെടണം. लेकिन 366 दिन प्रभु आपसे कहता रहता है मत डर. കർത്താവിന്റെ ദാസൻ രാജ്മോഹൻ പാസ്റ്റർ ശുശ്രൂഷിച്ചപ്പോൾ ഇങ്ങനെ ഒരു വാക്യം പറഞ്ഞു. प्रभु के दास पास्टर राजमोहन जब सेवकाई करे तो उन्होंने ऐसे बोला. അവൻ ഭയത്തിന്റെ ആത്മാവിനെ അല്ല, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നിന്റെ അകത്ത് തന്നിരിക്കുന്നത്. भय की आत्मा को प्रभु ने आपके अंदर नहीं दिया. ആമേൻ. आमेन. അങ്ങനെയാണെങ്കിൽ ഇനി അത് അകത്തിരിക്കരുത്. यदि ऐसा है तो भय आपके अंदर नहीं रहना है.
അത് അകത്തിരിക്കരുത്. अब अंदर रहने मत दे। ആ ഭയം കൊണ്ടുവന്ന ഡൗട്ടുകൾ പോകണം. वो भय जो संदेह लेकर आया भगा दे। ആ ഭയം കൊണ്ടുവന്ന ഡിപ്രഷൻ പോകണം. भय जो डिप्रेशन लाए भगा दे। അവൻ ആ ഭയം കൊണ്ടുവന്ന നിരാശ മാറണം. भय जो निराशा लाए भगा दे। ഇതൊരു ധൈര്യം നിന്റെ അകത്ത് കയറണം. हिम्मत आपके अंदर आने पाए। ആമേൻ. आमीन ആമേൻ. आमीन। ശ്രദ്ധിക്കുക, ഏലിയാവിന്റെ അകത്തേക്ക് ഈ ഭയം കയറി. ध्यान दे, एलिया के अंदर भय आ गया। ഏലിയാവ് മരിക്കാൻ ഇച്ഛിച്ചു. एलिया मरने की इच्छा रखता है। എന്നിട്ട് ഏലിയാവ് പറയുകയാണ്, एलिया कहता है മതി യഹോവേ, बस यहोवा എന്റെ പ്രാണനെ मेरे എടുക്കണം. प्राण को ले ले। അങ്ങനെ ഭയപ്പെട്ട് ऐसे भयभीत होकर അവൻ മതി എന്ന് ചിന്തിച്ചിരിക്കുന്നു. बस बोलकर सोचने वाले ശുശ്രൂഷ മതിയെന്ന്, सेवकाई काफी है। കുടുംബം മതി, बस परिवार ഇനി മുമ്പോട്ട് अब വേണ്ടപ്പോ और नहीं चाहिए എന്ന് ചിന്തിക്കുന്ന ആരെയോ ऐसा सोचने वाला कोई കർത്താവ് തൊടുകയാണ്. प्रभु अभी उसको ഈ छू പകൽ തൊടുകയാണ്. आज दिन के समय छू रहे। അവൻ ഭയപ്പെട്ട് वो डर कर മരിക്കാൻ ഇച്ഛിച്ചിരിക്കുമ്പോൾ मरने की जब इच्छा रख रहा था, അവൻ ഇരുന്ന ഇടത്തേക്ക്, वो जिस स्थान पर बैठा था, അവൻ കടന്ന ഇടത്തേക്ക് वो जिस जगह पर लेटा था, ദൈവം തന്റെ ദൂതനെ അയച്ചു. प्रभु ने अपने स्वर्गदूत को भेजा। ദൈവം തന്റെ ദൂതനെ അയച്ചു. प्रभु ने अपने स्वर्गदूत को भेजा। ദൂതൻ ഏലിയാവിനെ ചുമലിൽ തട്ടി स्वर्गदूत ने आकर उसकी पीठ पर थामा। എന്നതുപോലെ और ऐसे ഈ ही പകലിൽ ऐसे दिन के समय ദൈവം प्रभु ഈ വചനത്തിലൂടെ നിങ്ങളെ ചുമലിനെ തട്ടുകയാണ്. कुछों के सिर पर, कुछों के जुबान पर आकर प्रभु ऐसे थपथपा रहे हैं। അവൻ നിങ്ങളെ ചുമലിൽ തട്ടുകയാണ്. प्रभु आपको आकर थपथपा रहे നിങ്ങളോട് हैं। ദൈവം ഒരു ദൂത് പറയുന്നു, प्रभु आपसे एक संदेश को बोल रहे हैं। ഏലിയാവേ, एलिया, നീ ഈ ചുരച്ചെടി കൊണ്ട് തീരാനുള്ളവനല്ല. आज दृष्टि नीचे खत्म ना होगा। ഈ ചുരച്ചെടി കൊണ്ട് നീ തീരാനുള്ളവനല്ല. आज दृष्टि नीचे तू खत्म ना होगा। ഭയപ്പെട്ട് നീ ഇവിടെ ഇരിക്കാനുള്ളവനല്ല. भयभीत होकर यहाँ मत बैठ। ഏലിയാവേ, ഇവിടെ നിനക്കെന്ത് കാര്യം? एलिया, तेरा यहाँ काम क्या നീ काम है? എഴുന്നേൽക്കുക. खड़े हो जा। ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ജനങ്ങളോട് പറയുന്നു, जान लोग तुझसे कहते हैं, നീ എഴുന്നേൽക്കുക. तू खड़ा हो जा। സഭയെ എഴുന്നേൽക്കുക. ऐसा खड़े हो जा। നിന്നിലൂടെ ഒരു ദൈവപ്രവൃത്തി ദൈവത്തിന് ചെയ്യാനുണ്ട്. तेरे द्वारा प्रभु अपने काम को करना चाहता है। ഭയപ്പെട്ട് നടക്കുന്ന നിന്റെ അരികെ, भयभीत होने वाले तेरे पास, തളർന്ന് നടക്കുന്ന നിന്റെ അരികെ, टूटे हुए तेरे पास, ഭയം അവനെ സ്വാധീനം ചെലുത്തുന്ന നിന്റെ അരികെ भय जो आपके ऊपर प्रभाव डालता है, ഈ പകൽ ദൈവത്തിന്റെ ആത്മാവ് അടുത്തു വരികയാണ്. प्रभु के आत्मा आपके पास आता है। ഈ വചനത്തിന്റെ ചുമലിൽ തട്ടുകയാണ്. वचन आपको थपथपाता है। ഈ വചനത്തിന്റെ ചുമലിൽ തട്ടുകയാണ്. वचन आपकी पीठ पर थपथपाता है। നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക, बोल रहा है, खड़े हो जा, എഴുന്നേൽക്കുക. खड़े हो जा। നിനക്ക് അവൻ എഴുന്നേറ്റ് ഈ കരളിൽ ചുട്ടയടയും തുരുത്തിയിലെ വെള്ളവും കുടിക്കുക. खड़े होकर इस रोटी को खा और इस पानी को पी। എവിടെയൊക്കെയോ ചുരച്ചെടിയുടെ തണലിൽ മരിക്കണമെന്ന് ഇച്ഛിച്ചിരിക്കുന്ന ആരൊക്കെയോ ഇതിനകത്ത് ऐसे ദൈവാത്മാവ് कुछ लोग यहाँ पर बैठे हैं जो चाहते थे कि मैं मर जाऊं। പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോൾ എന്ത് കിട്ടിയാലും അത് തണലാണ്. जब आपकी आशा नष्ट हो जाती है, कुछ भी आपको मिले ऐसा लगता है आपको छाया मिले। പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോ എന്താ ഒരു വീഡിയോ ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അഡിക്ഷൻ എന്ത് കിട്ടിയാലും അതൊരു തണലാണ്. आशा रहित हो जाती है, कोई वीडियो देखने को मिले, शराब या लत कुछ भी मिल जाए, छाया महसूस होता है। അന്നേരം ചാരായ ഒരു തണലാണ്, तब शराब आपको छाया लगता അന്നേരം വ്യഭിചാരം ഒരു है, തണലാണ്. व्यभिचार आपको छाया महसूस होती है। ഏലിയാവിന് ഭയം അകത്ത് വന്നപ്പോ ചുരച്ചെടി ഒരു തണലായി. एलिया के अंदर जब भय आया तो बांझ वृक्ष उसके लिए छाया बन गया। ചിലര് ചില തണലിന്റെ കീഴിൽ ഒതുങ്ങിയിരിക്കുന്നുണ്ട്. कुछ अगर ऐसी छाया में छुपकर बैठे हैं, കർത്താവ് പറയുന്നു, അവിടെ കൊണ്ട് നീ തീരാനുള്ളവനല്ല. प्रभु आपसे कहते हैं तू वहां पर खड़ा। ചുരച്ചെടി കൊണ്ട് നീ തീരാനുള്ളവനല്ല. बांझ वृक्ष में तेरा अंत ना होगा। ചുരച്ചെടിയുടെ കീഴിൽ നിന്നും നിന്നെ പുറത്തെടുക്കുന്ന ഒരു ദൈവമുണ്ട്. उस वृक्ष के नीचे से भी प्रभु तुझे बाहर लेकर आ सकता है। എത്ര പേർ അത് വിശ്വസിക്കുന്നു? कितने लोग विश्वास करते हैं? ആമേൻ. ഇസബേലിന്റെ ശബ്ദം കൊണ്ടുവന്ന ഭയം, इज़राइल की वाणी जो भय अंदर लेकर आया, ആ ഭയം അവൻ ദൈവം പൊളിച്ചു. वो भय प्रभु ने तोड़ डाला। അവരോട് പറഞ്ഞു, എഴുന്നേറ്റ് തിന്നുക. उसने बोला उठ खा। രണ്ടാമത് ദൈവം അവരോട് പറയുക, और प्रभु ने उसे दोबारा बोला, നിനക്കൊരു ദൂരയാത്രയുണ്ടല്ലോ, मुझे लंबी यात्रा करनी है। നിനക്കൊരു ദൂരയാത്ര ചെയ്യാനുണ്ടല്ലോ. लंबी यात्रा करनी है। രണ്ട് കാര്യം ദൈവം ചെയ്തു. दो बातें प्रभु ने किया। ഒന്ന്, ഒരു ഡിവൈൻ ഫുഡ് കൊടുത്തു. एक उसको दैविक भोजन, രണ്ട്, ഒരു ഡിവൈൻ ടച്ച് കൊടുത്തു. दूसरा उसको दैविक स्पर्श दिया। പരിശുദ്ധാത്മാവിനോട് പറയുന്നു, पवित्र आत्मा कहता है, ഭയപ്പെട്ടിരിക്കുന്ന, जो भयभीत है, നിരാശയിലിരിക്കുന്ന निराशा में ആർക്കൊക്കെയോ कोई ऐसा ഒരു ഡിവൈൻ ടച്ച് ദൈവം തരാൻ प्रभु പോകും. आपको दैविक स्पर्श देना चाहता है। രണ്ട്, ഒരു ഡിവൈൻ ഫുഡ് തരും. दूसरा आपको दैविक भोजन देना चाहता है। ദൈവം തരുന്ന ഈ വചനം ഡിവൈൻ ഫുഡാണ്. प्रभु जो वचन बोल रहा है दैविक भोजन है। തളർന്നും
കാര്യം ചെയ്തു. थका और भयभीत होकर एलिया के साथ प्रभु ने दो काम किया. ഒന്ന് ഡിവൈൻ ടച്ച് കൊടുത്തു, एक उसको दैविक स्पर्श दिया, രണ്ട് ഡിവൈൻ ഫുഡ് കൊടുത്തു. दूसरा दैविक भोजन दिया. ദൈവസന്നിധിയിൽ എഴുന്നേറ്റാണ്. प्रभु की उपस्थिति में खड़े हो जाए. അവൻ ദൈവം എന്നിട്ട് അവനോട് പറയുകയാണ്, और प्रभु ने उनसे बोला, നിനക്ക് ദൂരയാത്ര ചെയ്യാനോ? तुझे लंबी यात्रा करनी है. നിനക്ക് ദൂരയാത്ര ചെയ്യാനോ? लंबी यात्रा करनी है. ഈ ഭയത്തിനകത്ത് നീ കടന്ന് അവൻ നിന്റെ ആയുസ് തീരാനുള്ളതല്ല. भय के अंदर बड़े बड़े अपनी उम्र को यहाँ मत बिता. ഈ ഭയം അവൻ നിന്നെ കീഴടക്കാനുള്ളതല്ല. ये भय तुझे अधीन में करने वाली बात नहीं. അവൻ നീ രാജ്യങ്ങൾക്ക് പ്രവാചകനാകാനുള്ളവനാണ്. देशों के लिए भविष्यवक्ता ठहरेगा. നീ അവൻ പട്ടണങ്ങൾക്ക് പ്രവാചകനാകാനുള്ളവനാണ്. शहरों के लिए भविष्यवक्ता ठहरेगा. ഏലിയാവേ, ദൈവം നിന്നെ വിളിച്ചത് ചുരച്ചടി കൊണ്ട് ഒതുങ്ങാനല്ല. एलिया तुझे 5 वृक्ष के नीचे सीमित होने के लिए നീ प्रभु ने नहीं बुलाया. നീ ഭയപ്പെട്ട് അവിടെ കടന്ന് തീരാനുള്ളവനല്ല. तू भयभीत होकर वहाँ पर खत्म होने वाला नहीं है. നിന്നിലൂടെ രാജാക്കന്മാർ പുറത്തു വരാനുണ്ട്. तेरे द्वारा राजा बाहर आएंगे. നിന്നിലൂടെ പ്രവാചകന്മാർ പുറത്തു तेरे വരാനുണ്ട്. द्वारा भविष्यवक्ताएं बाहर आएंगे. നിന്നിലൂടെ പട്ടണങ്ങളെ ഉണർവുകൾ വെച്ചിരിക്കുന്നു. तेरे द्वारा शहरों में Holy दिखाई Spirit, आएगी. Almighty ഈ പകരം എത്ര പേർ വിശ്വസിക്കുന്നത്? कितने लोग विश्वास करते हैं? രാജ്യങ്ങളുടെ Yes, ഉണർവുകൾ, I believe me. പട്ടണങ്ങളുടെ ഉണർവുകൾ നിങ്ങളിലൂടെ വെയിറ്റ് ചെയ്യുകയാണ്. तेरे द्वारा इंतजार में നീ है. ഭയപ്പെട്ടിരിക്കാനുള്ളതല്ല. भयभीत होने के लिए नहीं. ഈ പകൽ എഴുന്നേൽക്കട്ടെ. खड़े हो जाए. അവൻ ഏലിയാവേ, നീ എഴുന്നേൽക്കുക. एलिया खड़े हो जाओ. നിനക്കൊരു ദൂരയാത്രയുണ്ട്. तुझे लंबी यात्रा करनी ആ है. ഏലിയാവിലൂടെ वो एलिया के द्वारा അടുത്ത ഏലീശ പുറത്തു വന്നു. अगला एलीशा बाहर आया. നിങ്ങളിലൂടെ അടുത്ത ശുശ്രൂഷകന്മാർ പുറത്തു तेरे വരും. द्वारा अगले सेवक बाहर आएंगे. വിശ്വസിക്കാവോ? क्या विश्वास कर सकते हो? നിങ്ങളിലൂടെ അടുത്ത ഏലീശമാർ പുറത്തു വരും. तेरे द्वारा अगले एलीशा बाहर आएंगे. അവൻ ഇന്ത്യക്കകത്ത് ശക്തമായ പ്രവചന അവൻ ശുശ്രൂഷകന്മാർ പുറത്തു വരും. भारत के अंदर सामर्थ्य भविष्यवक्ताएं खड़े होंगे. നാളെ എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കുന്ന പ്രവാചകന്മാർ. कल क्या होगा? भविष्यवाणी करने वाले भविष्यवक्ता. നിന്നിലൂടെ അനേക ശുശ്രൂഷകന്മാർ എഴുന്നേൽക്കും. तेरे द्वारा अनेक सेवक लोग खड़े होंगे. ഉണങ്ങിക്കിടക്കുന്ന അസ്ഥിക്കൂട്ടത്തിനകത്ത് നിന്നെ കൊണ്ടുവന്ന് നിർത്തി അതിനകത്തൂടെ ഒരു തലമുറയെ എഴുന്നേൽപ്പിക്കാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. सूखी हुई हड्डी की तराई में खड़ा करके तेरे द्वारा सेना को खड़ा करने के लिए मेरा परमेश्वर सामर्थ्य है. ഈ ഡൽഹിക്കകത്ത് ഒരു കൂട്ടം എഴുന്നേൽക്കുകയാണ്. दिल्ली के अंदर एक झुंड खड़ी हो रही है. ഒരു സൈന്യത്തെ എഴുന്നേൽപ്പിക്കാൻ. एक सेना को खड़ी करने. ഏലിയാവേ, നീ ഭയപ്പെട്ട് കടന്നാൽ പറ്റത്തില്ല. एलिया, तू भयभीत होकर मत ले. ആ ഭയത്തിന്റെ ആത്മാവ് പൊട്ടണം. भय की आत्मा टूट जा. യേശുവിന്റെ നാമത്തിൽ, यीशु के नाम से. യേശുവിന്റെ നാമത്തിൽ यीशु के नाम से. അവൻ ഭയം അകത്ത് കിടക്കുന്ന जिसके अंदर भय है, അവൻ ആ വ്യക്തികൾ സ്വതന്ത്രമാകട്ടെ. व्यक्ति आजाद होने पाए. സംശയം ഉള്ളിൽ കിടക്കുന്ന जिनके अंदर संदेह है, ആ വ്യക്തികൾ ഫ്രീ ആകട്ടെ. व्यक्ति आजाद होने पाए. ചില ശബ്ദങ്ങൾ കേട്ടിട്ട്, कुछ आवाजों को ചില सुनकर, വ്യക്തികളുടെ ശബ്ദം കേട്ടിട്ട്, कुछ व्यक्तियों की वाणी को सुनकर, ഇസ്രായേലിന്റെ ശബ്ദം കേട്ടിട്ട് इस्राएल की वाणी को सुनकर, ഏലിയാവിന്റെ അകത്ത് ഭയം വന്നതുപോലെ जैसे एलिया के अंदर भय आ गया, നിങ്ങളുടെ അകത്ത് ഭയം തട്ടിയിരിക്കുന്ന മേഖല ऐसे कुछ क्षेत्र है जब आपके अंदर भय आ गए. അതെല്ലാം ഈ പകൽ കർത്താവ് ക്ലിയർ ചെയ്യുക. दिन के समय प्रभु उसको मिटा रहे हैं. ഒന്ന്, एक, ഭയം ഫെയിലറിൽ നിന്നുണ്ടാവും. भय पराजय से उत्पन्न होता है. രണ്ട്, दूसरा, ഭയം പാപത്തിൽ നിന്നുണ്ടാവും. भय पाप से उत्पन्न होता है. മൂന്ന്, तीसरा, ഭയം ചില വ്യക്തികളുടെ വാക്കിനകത്തൂടെ അകത്ത് കയറും. भय कुछ व्यक्तियों के शब्दों के द्वारा बाहर आता है. നാല്, ഭയം चौथा, ചില ഇൻസിഡന്റുകൾക്കകത്തൂടെ ഡ്രീംസുകൾക്കകത്തൂടെ അകത്ത് കയറും. भय कुछ घटनाओं को देखकर या स्वप्न को देखकर अंदर आता है. അങ്ങനെ അവ അകത്ത് കയറിയ ഭയം ऐसे आने वाले भय ഈ പകൽ അവ അതിനകത്തുനിന്ന് ദൈവം ഫ്രീ ആക്കുക. आज दिन के समय प्रभु आपको आजाद कर रहे हैं. അതിനകത്തുനിന്ന് ദൈവം ചിലരെ ഫ്രീ ആക്കുക. प्रभु कुछ को आजाद कर रहे हैं. എല്ലാ കണ്ണുകളും അടയട്ടെ. सब लोग अपनी आंखों को बंद करें. അങ്ങനെ ഭയം അവ അകത്ത് ഒരു മരണഭയം, ഞാനിപ്പോ മരിക്കും എന്തോ എനിക്ക് അങ്ങനെയൊക്കെ ഭയമുള്ള വ്യക്തികൾ അവർ മാത്രം മുമ്പോട്ട് വന്നു. ऐसे मृत्यु का भय, मैं अभी मर जाऊंगा, ऐसे ये भय रखने वाला कोई है तो कृपया आगे आ जाओ. അനുഭവം या फिर संदेह या शक होना. അങ്ങനെയുള്ള വ്യക്തികൾ മാത്രം മുമ്പോട്ട്. എല്ലാ കണ്ണുകളും അടയട്ടെ. सब लोग अपनी आंखों को बंद करें और ऐसे व्यक्ति അങ്ങനെയുള്ള വ്യക്തികൾ മാത്രം മുമ്പോട്ട് വന്നു. सिर्फ ऐसे व्यक्ति अभी आगे आ जाओ. അവൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. आपके लिए प्रार्थना कर रहे ആ हैं. ഭയത്തിന്റെ സ്പിരിറ്റ് ഇത് പൊളിയും. भय की आत्मा भी टूट जाए. ഏലിയാവിനെ ചുരച്ചടിയുടെ ആ ഭയത്തിൽ നിന്ന് ദൈവം പുറത്തെടുത്തതുപോലെ एलिया को जैसे 5 वृक्ष के भय से बाहर लाया, ദൈവം അവൻ ചിലരെ ഇന്ന് അവൻ ആ ഭയത്തിൽ നിന്ന് പുറത്തെടുക്കാൻ പോകും. प्रभु कुछ को ऐसे भय में से बाहर ला रहे हैं. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, यीशु के अधिकार में नाम से, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ यीशु के अधिकार में नाम से ദൈവശക്തി ഇവരെ തോന്നട്ടെ. प्रभु का सामर्थ्य അഴിഞ്ഞുമാറാൻ കൽപ്പിക്കും. അഴിഞ്ഞുമാറാൻ കൽപ്പിക്കും.
നാമത്തിൽ टूटने पर യേശുവിന്റെ നാമത്തിൽ ആ ഭയത്തിന്റെ സ്പിരിറ്റ് അഴിയട്ടെ. भय के आत्मा टूटे ദൈവശക്തി തുറക്കട്ടെ. हृदयത്തിനകത്തേക്ക് ഒരു ധൈര്യം വ്യാപരിപ്പാൻ പ്രാർത്ഥിക്കുന്നു. ആ ഭയത്തിന്റെ സ്പിരിറ്റ് അഴിയട്ടെ. भय के आत्मा टूटे യേശുവിന്റെ നാമത്തിൽ यीशु के नाम से टूटे ആ ഭയത്തിന്റെ സ്പിരിറ്റ് भय അഴിയട്ടെ. के आत्मा टूटे टूटे യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ആ സ്പിരിറ്റിനെ പുറത്തുപോകണം. ആ സ്പിരിറ്റിനെ പുറത്തുപോകണം. ഭയം നിന്റെ അകത്തിടുന്ന അത് നിന്റെ അകത്ത് ഡൗട്ട് ഉണ്ടാക്കുന്നു. അത് ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകുന്നു. ആ മേഖല പൊളിയട്ടെ. യേശുവിന്റെ നാമത്തിൽ നിനക്ക് നിന്റെ ശരീരത്തെ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവെ തൊടുക. യേശുവിന്റെ നാമത്തിൽ അത്യുന്നത ശക്തികൾ ചില പരാജയങ്ങൾ അത് നിന്റെ അകത്ത് കൊണ്ടുവന്ന ഭയം, അത് നിന്റെ അകത്ത് കൊണ്ടുവന്ന ഡൗട്ട്, അത് നിന്റെ അകത്ത് കൊണ്ടുവന്ന അവൻ ക്ഷീണം, അവൻ അത് കൊണ്ടുവന്ന ഡിപ്രഷൻ, അത് ദൈവം പൊളിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ചിലരെ ഡെലിവറി ചെയ്യും. യേശുവിന്റെ നാമത്തിൽ അസാധാരണമായ ഒരു ധൈര്യം ഇവരുടെ മേൽ വരണം. ഭയം പൊളിയട്ടെ. ദൈവത്തിനോട് കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അസാധാരണമായ ധൈര്യം യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഒരു പുതിയ ബലമുണ്ടാകും. അവൻ ഞാൻ പരാജയപ്പെടുമോ? അവൻ എപ്പോൾ സംശയമാണ് ദൈവത്തിന്റെ കരുത്ത് പിടിക്കും. ഒരു യോദ്ധാവിനെ ദൈവത്തിനെ ചിന്തിക്കുക. അവൻ നിന്നെ ജയാളിയാക്കി ദൈവം. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഉള്ളിൽ ഭയങ്കര ഒരു ധൈര്യം. കർത്താവ് പറയുന്നു, എവിടെയൊക്കെയോ Oh,